ഞാൻ ഇവിടെ നിന്ന് പുറത്തിറക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. സമയത്തിന് യാത്ര പോയി കാട്ടിൽ നിൽക്കേണ്ടി വരും. ഹേ ഗായ്സ്, അപ്പോൾ വാങ്കൂവറിൽ ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞാൻ സൺഡേയിലെ വീഡിയോ നമ്മളിപ്പോൾ എപ്പിസോഡ് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ വർക്കിൽ മൺഡേ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഹോൾ ഡേ അവിടെ തന്നെ സ്റ്റക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കറങ്ങാൻ പോലും എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. അതിനുള്ള ശക്തിയുമില്ല, മൈൻഡും ഇല്ല ഗൈസ്. അതുകൊണ്ട് ഇന്ന് ട്യൂസ്ഡേ മഴയാണ്, നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിലൊക്കെ. വാങ്കൂവർ എന്ന് പറഞ്ഞ സ്ഥലം ആക്ച്വലി കുറച്ച് മൂടി സ്ഥലമാണ്. മൂടി എന്ന് പറയുമ്പം ഫുൾ ടൈം സൂര്യനൊന്നും പുറത്തില്ല, ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കും. ഈ വിൻ്ററിൽ മഞ്ഞധികം ഇല്ല, പക്ഷെ മഴ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് തളർത്തില്ല ഗൈസ്, നമ്മളെ മഴ തളർത്തത്തില്ല ഗൈസ്. അപ്പം നമ്മളെന്താ ചെയ്യാൻ പോണേ, ഇവിടെ ഒരു കാനിയൻ പാർക്കുണ്ട്. ഇവിടെ നിന്ന് ഒരു 37 മിനിറ്റ്സ് ഡ്രൈവ് കാണിക്കുന്നു. ഇവിടുന്ന് നോർത്ത് വാങ്കൂവറിലേക്കാണ് പോകേണ്ടത്. അവിടെ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. ബട്ട് ഭയങ്കര ഫേമസ് ആയ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് കാപ്പിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതിന് ടിക്കറ്റ്സ് പെർ അഡൾട്ട് എനിക്കൊന്ന് $40 അല്ലെങ്കിൽ $70 അങ്ങനെ എന്തോ വരുന്നത്. പക്ഷേ ഇവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ വളരെ ചീപ്പായിരിക്കും. നമുക്കവിടെ ചെല്ലുമ്പോൾ അറിയാം. ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല എൻജോയ് ചെയ്തുകൊണ്ടുള്ള ഡ്രൈവ് ആയിരിക്കും. അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, പാട്ട് കിട്ട് പോകാൻ പോവാണ്. അപ്പോൾ 37 മിനിറ്റ്സ് നമുക്ക് അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണാം. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കാനഡ. ലെറ്റ്സ് ഗോ. നല്ല അടിപൊളി ക്ലൈമറ്റ് ഗൈസ്. മഴയാണെങ്കിലും എന്തോ ഒരു രസമുള്ള വൈബാണ്. നല്ല മൂഡായിരുന്നു ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ എൻജോയ് ചെയ്യാനും കാരണം. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടൊക്കെ ഞാൻ കുറേ ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ട് എൻജോയ് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ അത്രമാത്രം ഭ്രാന്തനായുണ്ടായിരിക്കും ഈ മഴയത്ത് ഇത് കാണാൻ വന്നിട്ടുള്ളത്. ഇവിടെ പാർക്ക് ചെയ്തു. പെയ്ഡ് പാർക്കിംഗ് ആയിരുന്നു. മണിക്കൂർ $3 ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കയറി വരുന്ന മെക്കോളജി സെൻറ്റർ, നേച്ചർ മ്യൂസിയം ഉണ്ട്. നമുക്ക് അകത്ത് കയറി ആദ്യമായി നോക്കാം. പക്ഷേ ഈ മഴയത്ത് ഈ കാട് കാണാൻ നല്ല രസമുണ്ട് പോയി. കയറി വരുമ്പം എൻ്റെ ഫോൺ ക്യാമറയിൽ വെള്ളം തെറിക്കാൻ ചാൻസ് ഹൈ ആണ്. തെറിക്കുന്നുണ്ടായിരിക്കും. കയറി വരുമ്പം തന്നെ ഈ കാനിയൻ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഈ ട്രെയിൽ മൊത്തത്തിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ വേർഷൻ അവർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഗസ് വാട്ട് ഐ ഫൗണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയപ്പം ഒരു മാപ്പ് തന്നു, പിന്നെ ഒരു കുടയും കിട്ടി ഗൈസ്. മഴ ഉണ്ടാണ്, പുള്ളിക്കൊരു കുട തന്നു. പിന്നെ ഇത് കണ്ടോ, ഈ മാപ്പിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ മാപ്പിൽ പുള്ളിക്കാരി വരച്ച് തന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഈ സ്റ്റാർ ഉണ്ടല്ലോ, അവിടെയാണുള്ളത്. അവിടെ നിന്ന് നമ്മൾ നടന്ന് നേരെ ഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് ഒരു 3 മിനിറ്റ് നടത്തേ ഉള്ളൂ, സസ്പെൻഷൻ ബ്രിഡ്ജ്. പിന്നെ അവിടെ നിന്ന് നടന്ന് നമ്മൾ ഈ സ്പോട്ടിലൊക്കെ എത്തുമ്പോൾ ഒരു 35 മിനിറ്റ് ഹൈക്കുണ്ട്. അവിടെ നമുക്കൊരു കുഞ്ഞ് ഫോൾസും ഉണ്ട്. നമുക്കതും പോയി കാണാം. മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ കാണും. പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങനെ നടന്ന് ഇപ്പുറത്തെ വരും. ഇനി നിങ്ങൾ മഴ നനയാതെ, ലെൻസിൽ വെള്ളം വീഴാതെ കാഴ്ചകളൊക്കെ കാണിക്കാമല്ലോ. അതിമനോഹരം എന്നൊന്നും പറഞ്ഞാൽ പോരാ ഗൈസ്, അടിപൊളി ഭംഗി. പിന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലായിരുന്നോ ചിലപ്പം ചീപ്പായിരിക്കും എന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൈസ കൊടുക്കണ്ട, ഫ്രീ ആണ് ഗൈസ്. അപ്പം കാപ്പിലാനോ ബ്രിഡ്ജ് ഭയങ്കര പൈസ കൊടുക്കണം. അത്രയും തന്നെ ഭംഗി തന്നെ ഉണ്ട് സസ്പെൻഷൻ ബ്രിഡ്ജ് ഇവിടുത്തതും. അതും ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഇതും. അതെ, ഈ വഴിയാന്ന് തോന്നുന്നു അകത്തേക്ക് കയറുന്നത്, അല്ലെങ്കിൽ ഇപ്പുറത്തായിരിക്കും. ഒരു വാഷ്റൂമൊക്കെയാണ്.
റൈറ്റ് സൈഡിൽ കാണുന്നത്. അവിടെ ഒരു കുഞ്ഞ് കഫേയൊക്കെ ഉണ്ട് ഗൈസ്, അടിപൊളി. ഇതിൻ്റെ പേര് കണ്ടോ, ലിൻ കാനിയൻ സസ്പെൻഷൻ ബ്രിഡ്ജ്, അതാണ് ഇതിൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ പേര്. സ്റ്റെപ്പൊക്കെ ഉണ്ട് നടക്കാൻ. ഗൈസ് ദേണ്ട സസ്പെൻഷൻ ബ്രിഡ്ജ്, ദേ ഇവിടെ നിന്ന് തുടങ്ങുന്നു കേട്ടോ. ഇത് കണ്ടോ, കുഞ്ഞ് സസ്പെൻഷൻ. എനിക്കൊന്ന് ക്യാപ്പിലാനോ എന്ന് പറയുന്നത് വലിയൊരു സസ്പെൻഷൻ ബ്രിഡ്ജും ഇത് കുഞ്ഞ് സസ്പെൻഷൻ ബ്രിഡ്ജും ആണ്. താഴെ ഫോൾസ് ഉണ്ട് ഗൈസ്, നമ്മൾ അങ്ങോട്ട് പോകും, കാണിച്ചു തരാം. It is so beautiful. അടിപൊളി ഗൈസ്. സ്ലോപ്പാണ് ഗൈസ്, ഇങ്ങനെ പോണം. ഞാൻ തെന്നി വീഴുന്ന ലക്ഷണം കുടയൊക്കെ പിടിച്ചുകൊണ്ട്. അത്രയും സ്റ്റീപ്പായിട്ടാണ് എനിക്കിത് പോകേണ്ടത്. ഞാൻ നടക്കുന്നുണ്ടോ ഗൈസ്? മഴയാണ്ട് തന്നെ ആൾക്കാർ വളരെ കുറവാണ് ഗൈസ്. എനിക്ക് ബ്രിഡ്ജിൽ നിന്ന് തന്നെ ഇറങ്ങാൻ തോന്നുന്നില്ല ഗൈസ്. സുഹൃത്തുക്കളെ, എന്ത് ഭംഗി, അടിപൊളി. നമുക്ക് നമ്മുടെ കാഴ്ചകൾ ബാക്കി കണ്ടുകൊണ്ട് പോകാം. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ നടത്ത ഇനിയുണ്ട്. നമുക്ക് യാത്ര തുടരാം ഗായ്സ്. ഇത് ശരിക്കും പോത്താ ഗൈസ്. എന്ത് മനോഹരമായ കാഴ്ച, എന്ത് മനോഹരമായ വൈബ്. ഒരൊറ്റ മനുഷ്യനൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇന്ന് മഴയായിട്ടും വരാൻ വന്നത് വളരെ നല്ല കാര്യം ഗൈസ്. ഐ എം സോ ഹാപ്പി. അരമണിക്കൂർ നടക്കണം. നമുക്കിങ്ങനെ കാഴ്ചകളും കണ്ട് ഈ കാടിൻ്റെ ഇടയ്ക്കൂടെ, ആരുമില്ലാത്ത ഈ കാടിൻ്റെ ഇടയ്ക്കൂടെ നടന്ന് നമുക്ക് ആസ്വദിച്ച് നടക്കാം. ഓക്കെ, എല്ലാം അതുപോലുള്ള പടികളൊന്നുമല്ല ഗൈസ്. നമ്മളിങ്ങനെ കാടിലൂടെ ഹൈക്കിംഗ് ആണ്. എൻ്റെ കാലിൽ കിടക്കുന്ന വർക്ക് ബൂട്ടാണ് ഗൈസ്. ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഇടുന്ന വർക്ക് ബൂട്ട്. ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ഇങ്ങോട്ടായിരിക്കണം. ഫുൾ കല്ലും വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. തെന്നിയൊന്നും എഴുത്തില്ലായിരിക്കില്ലല്ലേ? ഞാൻ പോകുന്ന വഴി കറക്റ്റാണോ എന്ന് നമുക്ക് ആ നടന്നു വരുന്ന ആരോടെങ്കിലും ചോദിക്കാം. Hello, is this a way to the falls? Yes. Oh, awesome. Thank you. എന്ത് രസമാണ് ഗൈസ്. ഈ വഴി തന്നെ പോട്ടെ ഫോൾസിലേക്ക്. എന്ത് ഭംഗിയാ. ഒരു മനുഷ്യനും ഇവിടെ ഇല്ല ഗൈസ്. ഈ കാട്ടിൽ ഞാനും നിങ്ങളും മാത്രം. നിങ്ങൾക്ക് ശരിക്കും എൻ്റെ എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഗൈസ്? തന്തി തന്തി തന്തിനാരോ തകതന്തിനാരോ തന്തി തന്തി തന്തിനാരോ തകതന്തിനാരോ തന്തി തന്തി തന്തിനാരോ തകതന്തിനാരോ തന്തി തന്തി തന്തിനാരോ തകതന്തിനാരോ. അടിപൊളി ഗൈസ്. ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട് ഗൈസ്.
ഷോർട്ട് കട്ട് എടുത്ത് കാട്ടിനിടയ്ക്കൂടെ ഇറങ്ങി ഗൈസ്. എന്തൊരു ഭംഗി. എന്റെ മോനെ അടിപൊളി. മഴയത്ത് വന്നതിന് സുഖം കണ്ടോ ഗായ്സ്. ഒറ്റയ്ക്ക് പണി പാളി. ഞാനിങ്ങനെ മാപ്പ് കയ്യിൽ നിന്ന് എവിടെയോ പോയി എപ്പോഴോ. എന്നിട്ട് നടന്ന് ഞാൻ ഒരുപാട് നടന്നു ഗൈസ്. ആ ഇന്നർ ഫോൾസ് 3 കിലോമീറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് 3 കിലോമീറ്റർ പിന്നെയും നടന്ന് ഇങ്ങെത്തി. ഇനി ചുറ്റി പോകണമെങ്കിൽ ഞാൻ സമയത്തിന് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ഒന്നും എത്തത്തില്ല. അപ്പോൾ അതിനു മുമ്പേ എനിക്ക് തിരിച്ച് 6 കിലോമീറ്റർ ഓടണം ഗൈസ്. അയ്യോ, കൊടയും മടിയും. ഞാൻ എനിക്ക് സമയത്തിനെത്തുന്നത് എനിക്കറിയാൻ വയ്യ. ഏതൊരരിയും കാടും വഴിയും തെറ്റി ഞാൻ ഇവിടെ നിന്ന് പുറത്തിറക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. സമയത്തിന് യാത്ര പോയി കാട്ടിൽ നിൽക്കേണ്ടി വരും. ചുമ്മാ കാട്, കറുത്ത കാട്. നമ്മളിവിടെ എത്തി. ഇങ്ങോട്ട് ഇത്രയും കൂടെ നടക്കണം നമുക്ക്. ഇവിടെ സംഭവം നമ്മളറിയാതെ ഇവിടം വരെ വരാനാണ് നമ്മുടെ പ്ലാൻ. നടന്നു, പക്ഷേ ഇവിടം വരെ വന്നിവിടെ ഈ കാട്ടിലൊന്നും ആരുമില്ലേ. ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഗൈസ്. അടിപൊളിയായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു നേച്ചർ. നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? എനിക്ക് പ്രാന്താന്ന് പറയുമായിരിക്കും ചിലവരൊക്കെ. അതേടാ, എനിക്ക് മുഴുത്ത പ്രാന്ത ഗൈസ്. ഇത് മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണതാ. ഏറ്റവും ഉയരമുള്ള മരത്തിൽ നിന്ന്. ആ അമ്മച്ചിയായിരുന്നു ഗൈസിൻ്റെ വഴികാട്ടി. കാട്ടിൽ ആ അമ്മച്ചി പട്ടിയായിട്ട് നടക്കാൻ വന്നോണ്ട് ഒരു വിധത്തിൽ എത്തി ഗൈസ്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു ഗൈസ്. അമ്പോ, അടിപൊളിയായിരുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് വല്ല ഇനി തിരിച്ച് ഹോട്ടലിൽ പോയിന്ന് ഡ്രസ്സ് മാറുമോ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഫുഡ് വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യാം. പാർക്കിംഗ് കിട്ടി ഗൈസ്. തൊട്ടപ്പുറത്തൊരു 7-Eleven ഉണ്ടായിരുന്നു. അതൊരു കൺവീനിയൻസ് സ്റ്റോറാണ്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തു. സംഭവം കണ്ടിട്ട് അടിപൊളിയാ ഗൈസ്. അമ്പോ, വാവ്. പിന്നെ നല്ല സ്പൈസി ബിരിയാണി. നിങ്ങൾക്ക് ഒരു ബൈറ്റ് ഞാൻ എടുക്കുന്ന കാണിച്ചു തരാം. ഓക്കെ, അമ്പോ, അടിപൊളി.
അമ്പോ മട്ടൻ്റെ ഫ്ലേവർ ഗൈസ് അടിപൊളി. അപ്പം ഞാൻ ഫുഡ് കഴിച്ച് ആസ്വദിച്ച് കഴിച്ച് അടിച്ചു പൊളിക്കട്ടെ. നിങ്ങളും അടിച്ചു പൊളിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദിസ് ഇസ് കാനഡ സൈനിങ് ഓഫ്.